ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എന്നെ കാണുന്ന കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, മുഖത്ത് എന്താണ് ഒരു ഗ്ലോ ഉള്ളതുപോലെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടോ ഫേസിലും ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനൊരു ഭയങ്കരമായിട്ട് കുരു വന്നിട്ട് ഒരു 2 വീക്ക് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള മുഖമാണ്. അതായത് കുറച്ച് കുരുവൊക്കെ, ആ വലിയ വലിയ കുരുവൊക്കെ മാറി, ആ വേദനയുള്ള കുരുവൊക്കെ മാറിയതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഞാൻ എൻ്റെ ഫേസിൽ ഈ ഭയങ്കരമായിട്ട് പിമ്പിൾ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് പീൽ ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ ചെയ്തിട്ടുള്ളത് ഉളിക്കലിലെ MPC ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒട്ടും കെയർ ചെയ്യാത്ത, ഫേസ് ഒട്ടും കെയർ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കുരു ഇപ്പം വന്നാൽ എന്താ പ്രശ്നം, അതിപ്പോൾ വലിയ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ ആ മൈൻഡ് സെറ്റ് ഒക്കെ മാറി. കാരണം ഈ വേനൽക്കാലം അങ്ങ് തുടങ്ങി, വേർത്ത് തുടങ്ങി, പൊടിയൊക്കെ മുഖത്ത് വരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഇച്ചിങ്ങും ഭയങ്കര ചൊറിച്ചിലായി. പിന്നെ ഇത് എന്താ പറയുക, ഇത് നിൽക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കുരുവിന്റെ വലിപ്പം കൂടിക്കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഈ ചുണ്ടിന്റെ അടുത്തേക്ക് കവിളിലെ കുരു നീങ്ങി ചുണ്ടിന്റെ അടുത്തൊക്കെ എത്തിയിട്ട് എനിക്ക് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അതിന് ഓൾസോ മേക്കപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഡാൻസിന്റെ മേക്കപ്പ് സ്പോഞ്ച് തട്ടിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഫോട്ടോ എടുത്തിട്ട് MPC ആനന്ദ ഡോക്ടറിന് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഓവറായിട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ MPC ഹോസ്പിറ്റലിൽ ഫ്രൈഡേ ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറിന് ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ട്, കാരണം ഇത് നല്ല അവസ്ഥയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പീൽ ട്രീറ്റ്മെന്റ് ചെയ്തത്. ഇനി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ചെയ്തോടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. സാധാരണ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് കെയർ ചെയ്യേണ്ടി വരും. അതായത് ഞാൻ ഈ വേനൽക്കാലത്ത് പോയി ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് വെയിലുള്ളാതിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ വളരെ സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് വളരെ ലൈറ്റായ രീതിയിലാണ് മരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പീൽ ട്രീറ്റ്മെന്റ് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ കാണുന്ന പോലെ ഭയങ്കരമായ രീതിയിലുള്ള പീൽ ഉണ്ടായിട്ടില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷെ അല്ലാതെ ഇങ്ങനെ തൊലി മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നോർമലി ഇങ്ങനെ പൊളിഞ്ഞു വരികയാണ് ചെയ്തത്. നന്നായിട്ട് കുരു ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ പൊളിഞ്ഞു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മുഖത്ത് ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പീൽ ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഒറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷെ എൻ്റെത് ഞാൻ മൊത്തം പൊട്ടിച്ച് കുഴിയാക്കി വെച്ചിട്ടുണ്ട്. കുരുവൊന്നുമല്ല, കുരുവിന്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പിമ്പിൾസ് ഒക്കെ മാറി പിന്നെ അതിന്റെ കുഴിയായി അങ്ങനെ ഭയങ്കര അവസ്ഥയിലെത്തി. അതുകൊണ്ട് എനിക്ക് 2-3 സിറ്റിംഗ് ഒക്കെ വേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു സിറ്റിംഗിന്റെ വീഡിയോ കണ്ടിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഓരോരുത്തരുടെയും സ്കിന്നിന് വ്യത്യാസമാണ്. എന്റെ ഒന്നാമത് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് നമുക്ക് ഈ അപ്ലൈ ചെയ്തതും വളരെ ലൈറ്റ് ആയിട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ഡോക്ടർ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റ സിറ്റിംഗ് കൊണ്ട് പറ്റില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ആഫ്റ്റർ പ്രൊഡക്ട്സിനാണ് പിന്നെയും കുറച്ചുകൂടി നമ്മൾ പൈസ മുടക്കേണ്ടി വരുന്നത്. ബിക്കോസ് ഞാനൊക്കെ മുന്നേ യൂസ് ചെയ്തിരുന്നത് ലോക്കലായിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വേനൽക്കാലത്ത് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും, എങ്ങോട്ടെങ്കിലും വേർത്ത് കഴിഞ്ഞാൽ തുടച്ചു കളയും, പിന്നെയും അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ഭയങ്കര ചൂടുകാലം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വേർത്ത് പോകുന്നതുകൊണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് പോലത്തെയോ അല്ലെങ്കിൽ ഹെയർ ഫോൾ പോലത്തെ അങ്ങനെ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റെമഡീസ് ഒന്നും ഉണ്ടാക്കി അപ്ലൈ ചെയ്യാതിരിക്കുക. ഫേസാണ്, സ്കിന്നാണ്, നമ്മളത് ശ്രദ്ധിക്കണം. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്, MPC ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ റിസൾട്ട് ഉണ്ടായതിനു ശേഷമുള്ള ഫോട്ടോ ആണിത്. മീൻസ് പീൽ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഉണ്ടായതിനു ശേഷമല്ല. അപ്പം പീൽ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണുള്ളത്. ഒരു എക്സ്ട്രാ ഒരു ലെയർ വന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പറഞ്ഞു പോയതിനു ശേഷം നല്ല മാറ്റമുണ്ട്. ആ ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ. അതായത് സെയിം ഫോണിലാണ് എടുക്കുന്നത്. ജെന്യുവൻ റിവ്യൂ ആണ്. കാരണം ഞാൻ ഒന്നുകൂടി വേറെ ഫോണിലൊന്ന് ഫിൽറ്റർ ഇട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അങ്ങനെ എടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ എടുക്കുന്നതല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.